നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഒരു തരം മീനാണ് ഡോപ്പാമിൻ. ജസ്റ്റ് കിഡിങ്. അപ്പോൾ ആരാണ് ഡോപ്പാമിൻ എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഡോപ്പാമിൻ ഇസ് എ ന്യൂറോ ട്രാൻസ്മിറ്റർ, അല്ലെങ്കിൽ ഒരു ന്യൂറോ കെമിക്കൽ. അത് ഹോർമോണായിട്ട് നമ്മുടെ ശരീരത്തിൽ ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. നമ്മൾ മെയിൻലി ന്യൂറോ കെമിക്കൽ ഭാഗത്തേക്കായിരിക്കും നോക്കുന്നത്. ആൻഡ് ഇറ്റ്സ് വൺ ഓഫ് ദ ഹാപ്പി ഹോർമോൺ. ബാക്കി ആരൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഓക്സിറ്റോസിൻ ഉണ്ട്, എൻഡോർഫിൻ ഉണ്ട്, സെറോട്ടോണിൻ ഉണ്ട്. ഓക്കെ, സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിനും ഡോപ്പാമിൻ റിലീസ് ആവുന്നുണ്ട്. അപ്പോൾ അതുവഴി നമ്മൾക്കൊരു ഫീൽ ഗുഡ് സ്റ്റേറ്റിൽ അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ കിട്ടുന്നു. സോ ആ കാര്യങ്ങൾ വീണ്ടും വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്യാനും ചാൻസ് ഉണ്ട്. സോ ഇൻ കേസ് ഓഫ് ഒരു ഡ്രഗ് കിട്ടുമ്പോഴത്തേക്ക് ഹൈ ലെവൽ ഓഫ് ഡോപ്പാമിൻ റിലീസ് ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ ആ അത്രയും ഹൈ ലെവൽ കിട്ടാൻ വേണ്ടിയിട്ട് വി വിൽ റിപ്പീറ്റ് ദാറ്റ് പാത്വേ. അങ്ങനെ ഒരു ഡ്രഗ് അഡിക്ഷനിലേക്ക്, അല്ലെങ്കിൽ ഏതൊരു അഡിക്ഷൻ ആണെങ്കിലും അങ്ങനെയാണ് സ്റ്റാർട്ട് ആവുന്നത്. ഓക്കെ, അപ്പോൾ ഡോപ്പാമിൻ ആക്ച്വലി ഒത്തിരി ഫങ്ഷൻസ് ഉണ്ട്. ഞാൻ ഒന്ന് വായിച്ചോട്ടെ. ഡോപ്പാമിൻ്റെ ഫങ്ഷൻസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ റിവാർഡിങ് എക്സ്പീരിയൻസ്, അതായിരിക്കും നമ്മൾ ഈ വീഡിയോസിൽ അല്ലെങ്കിൽ വരും വീഡിയോസിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. ദെൻ മൂവ്മെൻറ്റ്, അല്ലെങ്കിൽ നമ്മുടെ ചലനങ്ങളെ ക്രമീകരിക്കുന്നത് ഈ ഡോപ്പാമിൻ റിലീസ് കൊണ്ടായിരിക്കും. അപ്പോൾ ഒട്ടും ഡോപ്പാമിൻ പ്രൊഡക്ഷൻ ഇല്ലെങ്കിൽ അത് പതിയെ പാർക്കിൻസോണിസം അല്ലെങ്കിൽ പാർക്കിൻസൺ ഡിസീസ് എന്ന് പറയുന്ന കണ്ടീഷനിലേക്കൊക്കെ പോവാം. പിന്നെ ലാക്ടേഷൻ, നമ്മുടെ അറ്റൻഷൻ, സ്ലീപ്പ് റെഗുലേഷൻ, നോസിയ, മോട്ടിവേഷൻ ഓഫ് കോഴ്സ് പറഞ്ഞു. പിന്നെ എറോസൽ, നമ്മുടെ സെക്ഷൽ ആക്ടിവിറ്റി ആൻഡ് കാര്യങ്ങൾ റിവാർഡിങ് ആയിട്ടുള്ള കാര്യമാണ്. സോ അതും മാനേജ് ചെയ്യുന്നത് ഡോപ്പാമിനാണ്. ഇനി എപ്പോഴൊക്കെ ഡോപ്പാമിൻ കിട്ടുന്നു? ഫുഡ് കഴിക്കുമ്പോൾ കിട്ടുന്നു, സൺലൈറ്റ് കൊള്ളുമ്പോൾ കിട്ടുന്നു, അല്ലെങ്കിൽ നമ്മൾ കട്ടിപ്പണി നല്ല കഠിനാധ്വാനം ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നു. ആൻഡ് പ്ലഷർഫുൾ ആക്ടിവിറ്റീസ്, ഓഫ് കോഴ്സ് സെക്സ് ചെയ്യുമ്പോഴത്തേക്ക് ഡോപ്പാമിൻ റിലീസ് കിട്ടുന്നു. സോ വി വിൽ റിപ്പീറ്റ് ദീസ് തിങ്സ്, കാരണം ഇത് നമ്മുടെ സർവൈവലിന് ആവശ്യമായ സാധനങ്ങളാണ്. പക്ഷേ ഇതിനൊരു കാര്യമുണ്ട്, ഇത് ഇച്ചിരി നമ്മൾ പണിയെടുത്താൽ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മുടെ മൈൻഡിൽ പെട്ടെന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും, അതെന്നാടാ പണിയെടുക്കാതെ അപ്പോൾ ഡോപ്പാമിൻ എങ്ങനെ കിട്ടും? ബ്രെയിൻ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണിത് ആക്ച്വലി. അത് ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഫോൺ, ലാപ്ടോപ്പാണോ ടാബാണോ ആ സാധനം, അതിനകത്ത് ഡൂം സ്ക്രോളിങ്, ഈ വീഡിയോസ്, റീൽസ് സാധനങ്ങൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വിടുന്ന വഴി യു ആർ ഗെറ്റിംഗ് ടൈനി എമൗണ്ട് ഓഫ് ഡോപ്പാമിൻ ഹിറ്റ്സ്. അത് ഡൂം സ്ക്രോളിങ്ങിലേക്ക് പോകുമ്പം ഡോപ്പാമിൻ ഹൈ പതിയെ കയറി വരുന്നു. ആൻഡ് അതേപോലെ ഡോപ്പാമിൻ കൂടിക്കഴിഞ്ഞാൽ ഒരു കയറ്റം ഉണ്ടെങ്കിൽ ഇറക്കം ഉണ്ടാവും, അതുപോലെ ഡോപ്പാമിൻ കുറഞ്ഞു വരും. അതിനെ ഡോപ്പാമിൻ ക്രാഷ് എന്ന് പറയും. ആൻഡ് അതിൽ നിന്ന് റിക്കവറായി വരാൻ നമുക്ക് ഇച്ചിരി ടൈം എടുക്കും. അതായത് ഒരു 2 മണിക്കൂറോ 3 മണിക്കൂറോ വരുന്നു, പിന്നെ വീണ്ടും നമ്മൾ ഈ സാധനത്തിലേക്ക് തന്നെ വരുന്നു. അപ്പോൾ നിങ്ങൾ ചോദിക്കുവാണെങ്കിൽ ഈ മൊബൈൽ ഫോൺ മാത്രമേ ഉള്ളൂ? അല്ല, മൊബൈൽ ഫോൺ പോലെ തന്നെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഓൺലൈൻ ഷോപ്പിംഗ്, അല്ലെങ്കിൽ ഗാംബ്ലിങ്, അതിനൊക്കെ പക്ഷേ കാശ് വെച്ച കളിയാണ്. അതും ഇല്ലെങ്കിൽ പോണോഗ്രാഫി, ഓൺലൈൻ അഡൾട്ട് കണ്ടൻറ്റ്, അഡൾട്ട് വീഡിയോസ് കാണുന്ന വഴി നമുക്ക് ഡോപ്പാമിൻ ഹിറ്റ് കിട്ടും. എന്തൊക്കെ സാധനം കിട്ടിയാലും ഡോപ്പാമിൻ ഹൈ പോവും, അതേപോലൊരു ക്രാഷും വരും, പിന്നെ റിക്കവർ ആവാൻ ടൈം എടുക്കും. ആൻഡ് ഇൻ ദ ഹയസ്റ്റ് ഫോം, ഏറ്റവും ഹൈ ആയിട്ട് കിട്ടുന്ന ഡ്രഗ്സ് എടുക്കുമ്പോഴാണ്. ഈ ഡ്രഗ്സ് എടുക്കുമ്പോൾ ടപ്പേന്നും പറഞ്ഞൊരു ഹൈ കിട്ടും, അതേപോലെ ക്രാഷും ആവും. ആൾക്കാർ ഡി അഡിക്ഷനിലേക്ക് പോകും. അതെങ്ങനെ ഡി അഡിക്ഷനിൽ പോകുമെന്ന് പറഞ്ഞാൽ, ഈ റിപ്പീറ്റ് പാറ്റേൺ അവർ സീക്ക് ചെയ്ത് അഡിക്ഷനിലേക്ക് പോകും. അത് പിന്നെ റിക്കവർ ആവാൻ വേണ്ടി ഡി അഡിക്ഷനിലേക്ക് പോകുന്നു. ഓക്കെ, അപ്പോൾ ദാറ്റ് വാസ് ഓൾ അബൌട്ട് ഡോപ്പ സംവാട്ട്. എല്ലാം ആയിട്ടില്ല. സ്റ്റിൽ എൻ്റെ ഈ കൊച്ചു കല പരിപാടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ് എന്നൊന്നും ഞാൻ പറയത്തില്ല. ഓൺലി ഫോളോ ദ സോഴ്സ്. താങ്ക് യു.